സമൃദ്ധിയാൽ നിറഞ്ഞു നിൽക്കുന്ന ഈ രാജ്യത്തിലെ അതിശ്രേഷ്ഠനായ രാജാവാണ് സോളമൻ. പ്രജാക്ഷേമ തൽപരനായ ജ്ഞാനിയായ മികവുറ്റ ഭരണാധികാരി. രാജ്യസഭ കൂടുന്ന സമയം ഒരു സുമുഖനായ യുവാവിനെ വിചാരണയ്ക്കായി കൊണ്ടുവരുന്നു. ഭടന്മാരിൽ ഒരുവൻ വന്ന് ഈ യുവാവ് ചെയ്തതായ കുറ്റം സർവരും കേൾക്കെ ഉറക്കെ വായിക്കുന്നു. അതെ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ തനിക്ക് സംഭവിച്ച ഒരു കയ്യബദ്ധമാണ് ഇന്ന് ബന്ധസ്ഥനായി നിൽക്കുവാൻ കാരണമായി തീർന്നത്. ഒരു നിമിഷത്തിന്റെ തെറ്റ് അവനെ ഒരു വലിയ കുറ്റവാളിയാക്കി തീർത്തു. വിചാരണയ്ക്ക് ശേഷമായി ഇവൻ ചെയ്ത കുറ്റത്തിന്റെ കാഠിന്യ നിമിത്തം രാജാവ് വധശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിലാക്കുന്നു. ഈ യുവാവിന് നല്ലൊരു കുടുംബമുണ്ടായിരുന്നു. ഭാര്യയും 2 പിഞ്ചു കുഞ്ഞുങ്ങളും അടങ്ങുന്നത്. നല്ല നിലയിൽ കുടുംബത്തെ പരിപാലിച്ചിരുന്ന ഈ യുവാവ് തന്റേതല്ലാത്ത കാരണത്തിനാണ് ഇപ്പോൾ ശിക്ഷ അനുഭവിച്ച് ജയിലിൽ കഴിയുന്നത്. വധശിക്ഷയും കാത്ത് നിരാശനായി തടവിലായിരിക്കുന്നു. ഈ യുവാവിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും തന്റെ ആത്മാർത്ഥ സ്നേഹിതനുമായി കൊട്ടാരത്തിലേക്ക് കടന്നു വരുന്നു. അതെ, ആ ആത്മാർത്ഥ സ്നേഹിതൻ യുവാവിന് എല്ലാമായിരുന്നു. സമപ്രായക്കാർ, ഒരുമിച്ച് കളിച്ചു വളർന്നവർ. ജീവിതത്തിന്റെ നല്ലൊരു ശതമാനത്തോളം ഭാഗം ഇവർ ഒരുമിച്ചായിരുന്നു. ഈ കുടുംബവുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന സ്നേഹിതനായ യുവാവ്. എന്നാൽ ചില ദുഃഖ സാഹചര്യങ്ങൾ ഇവർക്കിടയിൽ കടന്നു വന്നുവെങ്കിലും ഇന്നും ഈ കുടുംബത്തിന്റെ ഏതാവശ്യത്തിലും താൻ മുൻപിലുണ്ട്. കുറ്റവാളിയായ ഈ യുവാവിന്റെ കുടുംബത്തിന്റെ സങ്കടകരമായ അവസ്ഥകൾ രാജാവിനെ അറിയിക്കുന്നു. കുടുംബത്തെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും ഓർത്ത് വധശിക്ഷയിൽ നിന്ന് ഇവനെ ഒഴിവാക്കണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങനെ ആ ദുഃഖകരമായ ദിവസം വന്നിരിക്കുകയാണ്. ഇന്നാണ് ആ യുവാവിന്റെ വധശിക്ഷ നടപ്പാക്കുന്ന ദിവസം. പരിവാര സമേതനായി ഈ കാഴ്ച കാണുവാൻ മഹാരാജാവും എഴുന്നള്ളിട്ടുണ്ട്. തികച്ചും ദുഃഖസാന്ദ്രമായ അന്തരീക്ഷം. ഒരു വശത്ത് കുറ്റവാളിയെ തൂക്കിലേറ്റുന്നത് കാണുവാൻ കടന്നു വന്നതായ പുരുഷാരം, മറുഭാഗത്ത് എല്ലാം നഷ്ടപ്പെട്ടവളായി തന്റെ മക്കളെയും മാറോട് ചേർത്ത് നിർത്തി നിലവിളിക്കുന്ന നിലാരംഭയായ സ്ത്രീ. തൂക്കിലേറ്റുവാനുള്ള സമയം വന്നെത്തി. പടയാളികൾ വന്നതിനുള്ള ക്രമീകരണങ്ങൾ നിർവഹിക്കുന്നു. കറുത്ത തുണിയാൽ മുഖംമൂടി കയറുകൊണ്ട് കുരുക്ക് ശരിയാക്കി ഈ യുവാവിന്റെ ശിരസ് അതിലേക്ക് വയ്ക്കുന്നു. ഈ സമയം അലറിക്കരഞ്ഞുകൊണ്ട് യുവാവിന്റെ സ്നേഹിതൻ ഓടി വന്ന് രാജാവിന്റെ കാലിൽ വീഴുന്നു. തന്റെ സ്നേഹിതനായ കുറ്റവാളിക്ക് പകരമായി അവൻ അനുഭവിക്കേണ്ട മരണശിക്ഷ താൻ അനുഭവിക്കാമെന്ന് രാജാവിനോട് പറയുന്നു. ആ കൊലക്കുറ്റം താൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് കൊലക്കയർ അഴിച്ചു മാറ്റി തന്റെ തലയിലേക്ക് ഇടുന്നു. കോപാകുലനായ രാജാവ് ക്ഷണത്തിൽ ചാടി എഴുന്നേൽക്കുന്നു. കഠിന ഹൃദയത്തോട് രാജാവ് ഉലാത്തുകയാണ്. പ്രജകളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്, എന്തും സംഭവിക്കാം. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. നല്ല സ്നേഹിതനായ യുവാവിന്റെ ആത്മാർത്ഥ സ്നേഹവും കുടുംബത്തിന്റെ ദയനീയ അവസ്ഥയെ മനസ്സിലാക്കിയ മഹാരാജാവ് തന്റെ തീരുമാനം മാറ്റുവാൻ നിർബന്ധിതനാകുന്നു. വധശിക്ഷയിൽ നിന്ന് ആ കുറ്റവാളിയെ ഒഴിവാക്കി തന്റെ കുടുംബത്തോടൊപ്പം നല്ല സ്നേഹിതനോടൊപ്പം തന്റെ വീട്ടിലേക്ക് പോകുവാൻ അനുവാദം നൽകുന്നു. സ്വാതന്ത്ര്യത്തോടെ വിട്ടയക്കുന്നു.
അതേ പ്രിയമുള്ളവരെ, നല്ല സ്നേഹിതനായ യേശുക്രിസ്തു നാം അനുഭവിക്കേണ്ടതായ വലിയ മരണശിക്ഷ നമുക്കായി സ്വയം ഏറ്റെടുത്ത് ലോകത്തിന്റെ സകല പാപങ്ങളും ചുമന്ന് കാൽവരിയിൽ പരമയാഗമായി തീർന്നു. നമ്മെ നിത്യരാജ്യത്തിന് അവകാശികളാക്കി തീർത്തു. ഈ നല്ല സ്നേഹിതനെ പോലെ നമുക്ക് അന്യോന്യം സ്നേഹിക്കാം. പുതിയ സൺഡേ സ്കൂൾ അധ്യയന വർഷം എല്ലാവർക്കും വളരെ അനുഗ്രഹവും നന്മകളുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. God bless you all. Avan